വെറും നമ്മളൊരു അഗ്രസീവായിട്ടുള്ള ഒരു അരഗൻ്റ് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ സെയിലും ഉണ്ടാവില്ല, റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ റിലേഷൻഷിപ്പ് പോകാതെ മെയിൻറ്റെയിൻ ചെയ്യാനും പഠിക്കണം. ഇതിൻ്റെ ഒരു ബാലൻസാണ് ഇനിയുള്ള കാലത്തെ ബിസിനസ് മോഡൽ. അതുകൊണ്ടാണ് ഇപ്പം BNI ഒക്കെ ഇത്രയും വലിയ ഇൻ്റർനാഷണലായിട്ട് ഇത്രയും വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ റിലേഷൻഷിപ്പിലൂടെയാണ്. ബിസിനസ് ഇനിയുള്ള കാലത്തെ ബിസിനസ്സുകൾ മുഴുവൻ നടക്കുന്ന റിലേഷൻഷിപ്പിലാണ്, അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടല്ല. അതാണ് ഇത് പ്രൂവണാണ്. ഇവിടെ നടന്ന ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നടന്നിട്ടുള്ള സ്റ്റഡി തന്നെ പറയുന്ന റിപ്പോർട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, നമ്മൾ വലിയ ബിസിനസ് എംപയർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക എപ്പോഴും ലോങ് ടൈം ചിന്തിച്ച് മാത്രമേ ഇതിനകത്ത് വലിയ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ അതിന് പറയപ്പെടുന്നത് ക്വിക്ക് റിട്ടേൺ സിൻഡ്രോം എന്ന് പറയും. ക്വിക്ക് റിട്ടേൺ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് പൈസ ഉണ്ടാകണമെന്നുള്ള, അത് ട്രേഡിങ്ങിലും പല ആൾക്കാരും കാണിക്കുന്നത് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, ഇത് ക്വിക്ക് റിട്ടേൺ സിൻഡ്രോം എന്ന് പറയുന്ന സാധനം ഉണ്ടാവരുതെന്ന് പറയും. ഒരിക്കലും ബിസിനസ് എംപയർ ബിൽഡ് ചെയ്യുന്നത് ഓവർനൈറ്റ് അല്ല, അതെപ്പോഴും ഓർത്തിരുന്നു. ബിസിനസ് എംപയറുകൾ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ടൈം ജേർണിയാണ്, ലോങ് ടൈം പ്രോസസ്സാണ്. അതൊരിക്കലും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. എത്ര വർഷം നമ്മളെല്ലാവരും ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. എത്ര വർഷം എടുത്തെന്നറിയാം ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ഒരു ഫസ്റ്റ് സെല്ല് നടക്കാൻ? അറിയോ? 7 വർഷം എടുത്തു. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ സെയിലിൽ നടക്കാൻ 7 വർഷം വരെ സീറോ സെയിൽസാണ്. നമുക്കറിയാവുന്ന പല പ്ലാറ്റ്ഫോം. ആമസോൺ എത്ര വർഷം എടുത്തെന്നറിയോ? 13 വർഷം ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആമസോണിലേക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വേറെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് 13 വർഷം ഒരു റിട്ടേണും ഇല്ലാതെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ. നമുക്കെല്ലാവർക്കും ഇന്ന് ആമസോൺ പരിചയമുണ്ട്. നമ്മൾ പല ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്, പല ആൾക്കാരും ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിലെടുത്തിട്ടുള്ള പെയിൻ നമുക്ക് പല ആൾക്കാർക്കും അറിയില്ല. ഇതൊന്നും ഈസി ആയിട്ടുള്ള 15 വർഷം എടുത്ത് ആമസോൺ ഒന്ന് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. 13 വർഷം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ആപ്പിൾ എത്ര വർഷം എടുത്തെന്നറിയോ? ആപ്പിൾ 30 ഇയേഴ്സ്, 30 വർഷം എടുത്ത് ആപ്പിൾ നമ്മളിപ്പോൾ എല്ലാവരും ഐഫോൺ ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർ 30 വർഷം വെയിറ്റ് ചെയ്ത് ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ തന്നെ ഡെൽ എത്ര വർഷം എടുത്തെന്നറിയോ? 40 വർഷം, 40 ഇയേഴ്സ് എടുത്തു ഡെൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, അവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട്. മൈക്രോസോഫ്റ്റ് 40 ഇയേഴ്സ്. അപ്പോൾ എംപയറുകൾ ഓവർനൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയാണ്. അതെപ്പോഴും ഓർത്തിരുന്നുള്ളൂ. എംപയറുകൾ ബിൽഡ് ചെയ്യണമെങ്കിൽ പെർസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് ബോധ്യം വന്നു കഴിഞ്ഞാൽ പെർസിസ്റ്റൻ്റായിട്ട് അതിൻ്റെ പുറകിൽ ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ പലപ്പോഴും എംപ്ലോയ്മെൻറ്റ് ചൂസ് ചെയ്യുന്നത്? നമുക്ക് ഇതൊന്നും പറ്റിയില്ല, പെയിനൊന്നും പറ്റിയില്ല. ഇപ്പോഴത്തെ പ്രസൻറ്റ് കംഫർട്ടിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഫ്യൂച്ചർ ഗ്ലോറി ഉണ്ടാവില്ല. ഫ്യൂച്ചർ ഗ്ലോറി എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രസൻറ്റ് കംഫർട്ട് ബ്രേക്ക് ചെയ്യണം. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. പ്രസൻറ്റ് സാക്രിഫൈസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ വലിയ എംപയർ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല, വലിയ ഡ്രീമുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല.